ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മോൻ്റെ UKG ക്ലാസ്സിലെ ഫസ്റ്റ് ഡേ ആണ്. ഞങ്ങൾക്ക് ജൂൺ 8-ലാണ് കേട്ടോ ഇവന് സ്കൂൾ തുറന്നത്. അതായത് ഇന്നലെയാണ് സ്കൂൾ തുറന്നത്. അപ്പോൾ പുതിയ യൂണിഫോമൊക്കെ ഇട്ട് പോവാണ്. നേരത്തെ 2 ജോഡി ഉണ്ട്. നേരത്തെ വേറെയും ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ചെറുതായിപ്പോയി. അങ്ങനെ 2 ജോഡി നല്ലതുണ്ട്. പിന്നെ ദേ 1 ജോഡി പുതിയത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർക്ക് എല്ലാ ദിവസവും സെയിം യൂണിഫോം തന്നെയാണ്, വൈറ്റ് യൂണിഫോം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് 1 ജോഡി കൂടെ വാങ്ങി. അപ്പോൾ 3 ജോഡിയാണ് മാറി മാറി ഇടുന്നത്. മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ എളുപ്പമല്ലേ. അപ്പോൾ ഇത് ഷർട്ട് ഇച്ചിരി വലുത് നോക്കി വാങ്ങി കേട്ടോ. പെട്ടെന്ന് നീളം വയ്ക്കുന്നത് കൊണ്ട് തന്നെ ഷർട്ടൊക്കെ പെട്ടെന്ന് ചെറുതാവുന്നുണ്ട്. അതുകൊണ്ട് ഷർട്ട് കുറച്ച് വലിപ്പമുള്ളത് നോക്കി വാങ്ങി. അതുപോലെ 3 പുതിയ ജോഡി സോക്സൊക്കെ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ സ്കൂളിൽ പോകാൻ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഇവന് ലാസ്റ്റ് 1 വീക്കിന് മുന്നേ വരെ സ്കൂളിൽ പോകണ്ടെന്നായിരുന്നു. പക്ഷേ ലാസ്റ്റ് 1 വീക്ക് കൊണ്ട് ഇവന് സ്കൂളിൽ പോകണം എന്നുള്ള ഇതായി. എല്ലാവർക്കും സ്കൂൾ തുറന്ന് എനിക്കെന്താ തുറക്കാത്തതെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ റെഡി ആയിട്ട് ദേ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ കൊണ്ടുവിടും. ഞാനും എൻ്റെ പപ്പയും കൂടിയാണ് ഇവനെ കൊണ്ടുവിട്ടത് കേട്ടോ. വേറെ ആരും വന്നിട്ടുണ്ടായില്ല. അപ്പോൾ രാവിലെ ദോശയും കറിയാണ് കഴിച്ചത്. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഓടിച്ചില്ല. വണ്ടി ഓടിച്ചത് പപ്പയായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ സ്കൂളിലേക്ക് പോവാണ്. ഞാൻ എല്ലാ ബുക്കും എല്ലാവട്ടും കവർ ചെയ്യുന്ന പോലെ തന്നെ കവർ ചെയ്ത് ബാഗിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷം കൂടിയേ ഈ ഒരു സെറ്റപ്പ് നടക്കത്തുള്ളൂ. അടുത്ത വർഷം മുതൽ വീട്ടിൽ ഡെയിലി കൊടുത്തു വിടും ബുക്ക്. ഈ വർഷം കൂടി അവിടെ വെച്ചിരിക്കും കേട്ടോ. അങ്ങനെ ബാഗൊക്കെ ഞാൻ ഊരി താഴെ വെപ്പിച്ചില്ലെങ്കിൽ ഭയങ്കര വെയിറ്റ് ആയിരുന്നു കേട്ടോ. സ്കൂൾ എത്താറായപ്പോഴത്തേക്കും നല്ല തിരക്കായിരുന്നു. എനിക്കൊന്ന് ആ സ്കൂളിൻ്റെ തിരക്ക് തന്നെയായിരുന്നു. കാര്യം ഇന്നത്തെ ദിവസം LKG UKG ഫസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡ് ഇത്രയും ക്ലാസ്സിലെ പിള്ളേരുടെ ഫസ്റ്റ് ഡേ ആയിരുന്നു. അങ്ങനെ കുറേ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം പാർക്കൊക്കെ ചെയ്തിട്ട് ഇതേ ഇവിടെ വന്നു. ഇവിടുത്തെ 2 പേര് നിൽക്കുന്നുണ്ടോ, അതൊക്കെ കണ്ടു. നല്ല രസമായിട്ട് തന്നെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഫംഗ്ഷനൊക്കെ വയ്ക്കുമ്പോഴായാലും പഠിത്തത്തിന് പഠിത്തം, ഫംഗ്ഷൻ അങ്ങനെ അടിപൊളിയാണ്. സ്കൂൾ എനിക്ക് നല്ല ഇഷ്ടമാണ്. അതുപോലെ തന്നെ അവനും ഇഷ്ടമാണ്. വേറെ സ്കൂളിലേക്ക് മാറ്റട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനത് താല്പര്യമില്ലാത്ത കാര്യമാണ് കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ്. ലാസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇതേ നടന്ന് ക്ലാസ്സിലേക്ക് പോവാണ്. എൻ്റെ കൈ വിടുന്നില്ലായിരുന്നു അവനിങ്ങനെ എൻ്റെ കൈ പിടിച്ച് വരുമായിരുന്നു കേട്ടോ. കഴിഞ്ഞ വട്ടമൊക്കെ താഴത്തെ നിലയിലായിരുന്നു ക്ലാസ്. ഈ വട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവഴി ഇറങ്ങി പോകണ്ട, നേരെ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഇവർക്ക് മുകളിലുള്ള ക്ലാസ് ഉണ്ട് കേട്ടോ. ഈ ആൻറ്റി വരെ പറഞ്ഞു ഇവൻ്റെ ക്ലാസ് മുകളിലാണെന്നുള്ളത്. അങ്ങനെ ഞങ്ങളിത് നടന്നിങ്ങനെ വരികയാണ്. കണ്ടോ, ഇവിടെ നിന്ന് നമുക്ക് മുകളിലത്തെ ക്ലാസ്സിലേക്ക് ആക്സസ് ഉണ്ട്. അങ്ങനെ ഞങ്ങളിത് ക്ലാസ്സിൽ കയറണം. ആദ്യം ഒരു ക്ലാസ്സിൽ ഇവൻ്റെ ഈ ക്ലാസ്സിൻ്റെ പേര് എഴുതിയിരിക്കുന്നുണ്ട്. ഞാൻ അതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ പിള്ളേരൊന്നും ഇല്ലായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് ആ ക്ലാസ് LKG Eയിലേക്ക് വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത്. ഈ ഡിവിഷൻ വരെ ഇപ്പം വന്നിട്ടുണ്ട്. അങ്ങനെ ദേ അവൻ്റെ ക്ലാസ്സിലെത്തി. ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ദേ അവനത് ഒറ്റയ്ക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ ഫ്രണ്ട്സൊക്കെ കിട്ടി. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ പഴയ പിള്ളേർ തന്നെയാണ്. 3-4 പേര് പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. കണ്ടിങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ അടിപൊളി ദിവസമായിരുന്നു. അവൻ ബൈയൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിട്ട് കേട്ടോ. അങ്ങനെ അവൻ്റെ UKG അക്കാഡമിക് ഇയർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അവനെ ഹാപ്പി, ഞങ്ങളെ ഹാപ്പി.